എല്ലാവർക്കും നമസ്കാരം. 40 കഴിഞ്ഞിട്ടുള്ള ലേഡീസിനോടാണ് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ട് അവരാണ് നമ്മുടെ ഒപ്പിയിൽ വരാറുള്ളത്. 40 കഴിഞ്ഞിട്ടുള്ള ലേഡീസിൽ കൂടുതൽ ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻസ് ആയിട്ട് വരാറുണ്ട്. അതുതന്നെ പലപ്പോഴും നമ്മൾ അവരുടെ മെൻസ്ട്രുവൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാവും അറിയുന്നുണ്ടാവുക. ഒന്നുകിൽ അവർക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് സ്ത്രീകളിലാണ് ഇത് കാണാറുള്ളത്. എങ്കിലും ഇന്ന് പുരുഷന്മാരിലും ഇത് അതേപോലെ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഫാറ്റി ലിവറിനെ പറ്റിയിട്ടാണ്. ഈ ഫാറ്റി ലിവർ വരാതിരിക്കാനും അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ മരുന്നില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഫാറ്റി ലിവർ എന്നതിനെ പറ്റിയിട്ട് നമുക്കറിയാം, വളരെ കോമൺ ആയിട്ട് ഇന്ന് കേൾക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. പുരുഷന്മാരിലും കാണാറുണ്ട്, ഇത്തരത്തിൽ സ്ത്രീകളിലും കാണാറുണ്ട്. നേരത്തെയൊക്കെ നമുക്കറിയാം മദ്യപിച്ചിരുന്ന ആളുകളിലാണ് ഇത്തരത്തിൽ ലിവർ ഡിസീസ് എന്നുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ട് കണ്ടിരുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും ആൽക്കഹോളിക് ലിവർ ഡിസീസും രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ തന്നെ ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ മൂലം ലിവറിൽ കൊഴുപ്പ് ധാരാളം അടിഞ്ഞിട്ട് അത് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷനൊക്കെ ക്രമാതീതമായിട്ട് കുറച്ചതിന് ശേഷം ലിവർ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു സിറോസിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ പറയാറ് ലിവർ ഡാമേജ് ഒക്കെ ആവുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഫാറ്റി ലിവറിന് നമ്മൾ പലപ്പോഴും അതിനെ ഗ്രേഡായിട്ടൊക്കെ തിരിക്കാറുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നൊക്കെ. ആദ്യ അവസരങ്ങളിലൊന്നും ഇത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിതൊരു സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാവും നമ്മൾ കണ്ടെത്തുക. ഫാറ്റി ലിവർ തുടക്കത്തിൽ തന്നെ ചില ആളുകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മുടെ അടിവയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കുക, വേദന ഉണ്ടാക്കുക, തലചുറ്റലുണ്ടാക്കുക, ക്ഷീണം ഉണ്ടാക്കുക, ഭാരക്കുറവ് ഉണ്ടാക്കുക, വേദനകൾ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ തുടക്കത്തിൽ ചില ആളുകളിൽ സിംറ്റംസ് കാണിക്കാറുണ്ട്. പലപ്പോഴും ഇത് ക്രോണിക് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ തൊലിയിലൊക്കെ മഞ്ഞ കളർ ഉണ്ടാവുക, അതുപോലെ തന്നെ സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാവുക, നമ്മുടെ ഫേസിനകത്ത് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് വരിക, നമ്മുടെ നെറ്റിയുടെയൊക്കെ ഏരിയയിലായിട്ട് ബ്ലാക്ക് കളർ വരിക. ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡേഴ്സ് അനുസരിച്ചിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. നമ്മുടെ നഖത്തിൽ ചേഞ്ചസ് ഉണ്ടാവാം, നമ്മുടെ ദേഹത്തിൽ ചൊറിച്ചിൽ വരാം. ഇതൊക്കെ ഫാറ്റി ലിവർ നമ്മൾ കൂടുന്നതിനനുസരിച്ച് നമുക്കുണ്ടാവുന്ന ചേഞ്ചസുകളാണ്. ഇനി ഇത്തരത്തിൽ ഫാറ്റി ലിവർ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ധാരാളം വെള്ളം കുടിക്കുന്ന മൂലം തന്നെ കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സാധിക്കുകയും കൊഴുപ്പ് അടിയുന്നത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊന്ന് നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം നമ്മൾ ദിവസവും കുടിക്കുന്നത് ശീലമാക്കുന്നത് മൂലം തന്നെ ഇതിനകത്ത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ കരളിന് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും കരളിൻ്റെ കോശങ്ങൾ സംരക്ഷിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നാരങ്ങ വെള്ളം. അപ്പോൾ അവ നമ്മളെ ഭക്ഷണത്തിൽ ശീലമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ചായയെ പറ്റി പറയുകയാണെങ്കിൽ ചായ, ഗ്രീൻ ടീ എന്നിവയൊക്കെ കഴിക്കുന്നത്, ഇതൊക്കെ ചായയും ഗ്രീൻ ടീ ഒക്കെ നമ്മൾ കഴിക്കുമ്പം അത് ഷുഗർ ഒഴിവാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്തും നല്ല ആൻറ്റി ഓക്സിഡൻസുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ കരളിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയും കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചായയും നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ. അപ്പോൾ അവയും നമ്മുടെ ഭക്ഷണത്തിൽ ശീലമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് നമ്മുടെ ബ്ലാക്ക് കോഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് പഞ്ചസാരയോ പാലോ ഒന്നും ആഡ് ചെയ്യാതെ കഴിക്കുന്നത് മൂലം തന്നെ നന്നായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ഫാറ്റി ലിവറിന് നല്ലൊരു പരിധി വരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കട്ടൻ കാപ്പി എന്ന് പറയുന്നത്. മറ്റൊന്ന് തൈര് നിർബന്ധമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. തൈരിനകത്ത് ധാരാളം പ്രോബയോട്ടിക്സ് ഉണ്ട്. ഇത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മഞ്ഞളിനകത്ത് ധാരാളം കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെയുള്ള സാധനമാണ് നമ്മുടെ മഞ്ഞൾ. ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ കരളിലുള്ള കൊഴുപ്പടയുന്നതിനും കരളിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഏറ്റവും നല്ലൊരു പദാർത്ഥമാണ് മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ എന്നുള്ള കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില മത്സ്യങ്ങളാണ് മത്തി, ചൂര, ട്യൂണ പോലെയുള്ള മത്സ്യങ്ങൾ. അതിനകത്ത് ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ കരളിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ കരളിനെ മറ്റ് അസുഖങ്ങളിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഈ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നട്ട്സുകളുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നട്ട്സാണ് നമ്മുടെ വാൾനട്ട്.
അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ വിത്ത്, ചണവിത്ത് തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ഈ ചണവിത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് കഴിക്കുന്നതും നമ്മുടെ ഈ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല ആളുകളിലും നമ്മൾ കാണാറുണ്ട് ഈ ഫാറ്റി ലിവർ ഒരു ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ പോലും ആളുകൾ ഇത് വളരെ നിസ്സാരമായിട്ട് കൺസിഡർ ചെയ്ത് ഫാറ്റി ലിവർ ഒരു ഫസ്റ്റ് ഗ്രേഡ് അല്ലേ എന്നൊക്കെ കരുതിയിട്ട് അവരത് മൈൻഡ് ചെയ്യാതെയൊക്കെ പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവർ ഗ്രേഡ് 2ലേക്കും പിന്നെ ഒരു ലിവർ ഡാമേജിലേക്കും ഒക്കെ എത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ തന്നെ അവ ശ്രദ്ധിച്ച് നമുക്കതൊരു നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്നാണ് അവോക്കാഡോ. അവോക്കാഡോയ്ക്കകത്ത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അവ ലിവറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അവോക്കാഡോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇലക്കറികൾ, അതുപോലെ തന്നെ ക്രൂസിഫറസ് ആയിട്ടുള്ള പച്ചക്കറികൾ, നമ്മുടെ ബ്രൊക്കോളി, കോളിഫ്ലവർ തുടങ്ങിയവ, ചീര, പാലക്ക് തുടങ്ങിയ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവയൊക്കെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ഫാറ്റി ലിവർ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വെളുത്തുള്ളി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വെളുത്തുള്ളിക്കകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെ ധാരാളം ഉള്ളതിനാൽ തന്നെ ഫാറ്റി ലിവറിൻ്റെ ചേഞ്ചസ് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓട്സ്, പയർ, പരിപ്പ്, കടല തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയൊക്കെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇത്തരത്തിൽ ഫാറ്റി ലിവറൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ആദ്യം പറഞ്ഞു ഈ ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആകുമ്പോൾ തന്നെ ആളുകൾ അത് നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടോ നമുക്ക് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവ എങ്ങനെയാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കണ്ടീഷനാണോ എന്ന് മനസ്സിലാക്കുക വെച്ചാൽ ഫാറ്റി ലിവർ നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. ലിവറിൽ ഉണ്ടാകുന്ന എൻസൈംസുകളുടെ ഒക്കെ കണ്ടൻറ്റുകൾ നോക്കിയിട്ട് അവ എങ്ങനെയാണ് എന്നതിനെ നോക്കിയിട്ടാണ് നമ്മളതിനെ തരംതിരിക്കാറുള്ളത്, ഏത് ബുദ്ധിമുട്ടിലുള്ള ഒരു സ്റ്റേറ്റിലാണോ എന്നുള്ളത്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ആണ് മറ്റൊരു മെത്തേഡ്. അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫാറ്റി ലിവർ ഏത് ഗ്രേഡിൽ എത്തിയിട്ടുണ്ട് എന്നും അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമുക്ക് നൽകാവുന്നതാണ്. ഇത്തരത്തിലൊരു ഫാറ്റി ലിവർ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മളതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് മൂലമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഈ മെഡിക്കേഷൻസ് കഴിക്കാവുന്നതാണ്, യാതൊരുവിധ സൈഡ് എഫക്ട്സുകളും ഇല്ല. ആർക്കൊക്കെയാണ് ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഈ പ്രമേഹം, അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ചില ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ള വ്യക്തികൾ, ആൽക്കഹോൾ കഴിക്കുന്ന വ്യക്തികൾ, ഇവരിലൊക്കെ ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കൂടുതൽ മധുരം ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഫാറ്റ് റിച്ച് ആയിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വ്യക്തികൾ, ഇവരെല്ലാം ഇത്തരത്തിൽ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള BMI നിലനിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഉറക്കം ക്രമീകരിക്കുക, പ്രോപ്പറായിട്ട് ഉറക്കം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ആദ്യം പറയണ്ടായി മധുരം ഒഴിവാക്കുക എന്നുള്ള ചോക്ലേറ്റ് പോലെയുള്ള പ്രോസസ്ഡ് ഫുഡുകൾ, ഫാറ്റി ഫുഡുകൾ ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫാറ്റി ലിവറിനെ കൺട്രോളിലാക്കാൻ വേണ്ടി സാധ്യമാവും. ഇനി ഇത്തരത്തിൽ ഫാറ്റി ലിവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളെപ്പോഴും ഒരു സ്വയം ചികിത്സ നോക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരു വൈദ്യസഹായം നേടേണ്ടതാണ്. ഈ ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾ നമ്മൾ കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അവ നമ്മുടെ ലിവറിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് കഴിക്കേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് ദിവസവും രാവിലെ കഴിക്കുന്നത് നിങ്ങളുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡിയാണ് ഒരു അരക്കഷ്ണം വെള്ളരിക്കും, അരക്കഷ്ണം ബീട്രൂട്ടും, അരക്കഷ്ണം ക്യാരറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്ത് ഒരു ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ഉപയോഗിച്ചിട്ട് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ട് ദിവസവും കഴിക്കുക. ഇത്തരത്തിൽ കഴിക്കുന്ന മൂലം ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിനകത്ത് ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ ഈ ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കും.
ഫ്ലാക്സ് സീഡ് നന്നായിട്ട് ഉണക്കി പൊടിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അവ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം ദിവസവും രാവിലെ കഴിക്കുക. ഇത് നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ ഫാറ്റി ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള നൂതന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് മെഡിക്കേഷൻസ് കഴിക്കുന്ന വ്യക്തികൾക്കും ഇവ കഴിക്കാവുന്നതാണ്. യാതൊരുവിധ സൈഡ് എഫക്ട്സുകളും ഇല്ലാത്തതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.